പക്ഷേ നമസ്കാരം. നമസ്കാരം. കാത്തോലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ അവരുടെ ദേശീയ സമ്മേളനം ഇന്നലെ പാലായിൽ സമാപിച്ചിരിക്കുകയാണ്. അവരുടെ പ്രമേയം എന്ന് പറയുന്നത് മുനമ്പത്തെയും മണിപ്പൂരിലെയും ജനങ്ങൾക്ക് ഐക്യദാർഢ്യമെന്നാണ്. ഈ രണ്ട് വിഷയങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് വായിക്കുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും. അതുപോലെ ഒരു വല്ലാത്ത ഒരു ദിശാസൂചിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്. അപ്പോൾ ഇപ്പോൾ രാഷ്ട്രീയത്തിലെ ചില അലൈൻമെൻ്റ് ഉണ്ട്, അതിൻ്റെ ചില പ്രയോറിറ്റീസ് ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര ഭരണകക്ഷിയായ BJP കമ്മ്യൂണിറ്റീസിനോട് സ്വീകരിക്കുന്ന നിലപാടിലൊക്കെയുള്ള ചില മുൻഗണനാക്രമമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ട്രാറ്റജിയും അജണ്ടയൊക്കെയാണത്. അങ്ങനെ വരുമ്പോൾ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനമാണത്. എന്ന് പറഞ്ഞാൽ അവർ ദേശീയ തലത്തിൽ ഇനി അങ്ങോട്ട് സ്വീകരിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നയമാണത്. കത്തോലിക്കർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ക്രിസ്ത്യാനികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ്. കേരളത്തിലും ഇന്ത്യയിലും അവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരുടെ നിലപാട് ഇനി അങ്ങോട്ട് എന്താകുമെന്നതിൻ്റെ സൂചനയാണത്. രണ്ട് ഇഷ്യൂസാണ്. ഒന്ന് മുനമ്പത്ത് സത്യത്തിൽ കത്തോലിക്കർക്കൊന്നും ചെയ്യാനില്ല. അവിടെ ഉള്ളത് ഈ എന്താ പറയുക ലത്തീൻ കത്തോലിക്കരാണ്. മീൻസ് കത്തോലിക്കരുടെ ഒരു ഫോൾഡിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ മുനമ്പം ഇഷ്യൂ ഏറ്റെടുക്കുന്നത് പോലെ മുനമ്പം ഇഷ്യൂവിൻ്റെ പ്രത്യേകത എന്താ? മുനമ്പം ഇഷ്യൂവിൽ മറുപക്ഷത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് ചില ക്രിസ്ത്യൻ സംഘടനകളും ബിഷപ്പുമാരും എങ്കിലും അതിനെ കാണുന്നതിന് അതിനൊരു കമ്മ്യൂണൽ കളർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. മുനമ്പം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണ്. അതിനെ ഒരു ക്രിസ്ത്യൻ ഇഷ്യൂ ആയിട്ട് കാണരുത്. കാരണം മുനമ്പത്ത് നൂറ്റാണ്ടുകളായിട്ട് കുടിയേറി താമസിച്ച പാവങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ ഇഷ്യൂ ആണ്. അതിനകത്ത് ഭൂരിപക്ഷം വരുന്നത് ഈ ക്രിസ്ത്യാനികളാണ്, ലത്തീൻ കത്തോലിക്കരാണ്. എന്നാൽ ധീവര ഹിന്ദുക്കളുമുണ്ട്, കുറച്ച് ധീവര ഹിന്ദുക്കളും. അപ്പോൾ രണ്ടു കൂട്ടരും ചേർന്നാണ്. രണ്ടു കൂട്ടർക്കുമുള്ള പ്രശ്നം ഒരുപോലെ കണ്ടാൽ മതി. അത് മനുഷ്യാവകാശ പ്രശ്നമാണ്. മാത്രമല്ല വഖഫ് ബോർഡിൻ്റെ ഇരകളായി തീർന്ന യഥാർത്ഥ കഷ്ടപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുമാണ്. മുനമ്പത്തില്ല എന്നേ ഉള്ളൂ. മുനമ്പത്ത് ഒരു കുടുംബം മറ്റേ ഉള്ളൂ. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഇഷ്യൂ ഗവൺമെൻറ്റിന് അതീതമായി പ്രവർത്തിക്കുന്ന ചില ബോർഡുകൾ, അതുപോലെ തന്നെ ജനാധിപത്യ രാജ്യത്ത് ഇസ്ലാമിക ശരീഅത്ത് പോലെയുള്ള ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന തരത്തിലുള്ള ബോർഡുകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ബോർഡുകൾ, അതുണ്ടാക്കുന്ന ജനവിരുദ്ധമായ നീക്കങ്ങളാണ് ശരിക്കും വഖഫ് ബോർഡ്. അതങ്ങനെ കാണേണ്ടതാണ്. ഒരു ആധുനിക സമൂഹത്തിന് ഒരിക്കലും ചേരാത്ത ചില അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂ ആണ് അത് വഖഫ് ബോർഡ്. അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് തീർച്ചയായിട്ടും അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പരിധിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിൽ ഇപ്പോൾ ഉള്ള ബില്ല് അതിന് പരിഹാരമാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെങ്കിലും മുനമ്പത്തെ പ്രശ്നം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതേസമയത്ത് ചില ക്രിസ്തീയ സഭകളെങ്കിലും കാണുന്നത് വഖഫ് ബോർഡ് സമം മുസ്ലിം കമ്മ്യൂണിറ്റി. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നീക്കമാണ്. അതൊന്നുമല്ല, ചരിത്രത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. കാരണം വഖഫ് ബോർഡ് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരിക്കലും തീരാത്ത നിയമക്കുരുക്കുകളിലേക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വഖഫ് ബോർഡ് നയിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ കാണണം. അപ്പോൾ മുനമ്പം ഇഷ്യൂവിനെ ക്രിസ്ത്യാനികൾ നല്ലൊരു വിഭാഗമെങ്കിലും കാണുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനുള്ള ഒരു മനസ്സോടുകൂടി. അങ്ങനെ അല്ല എന്നാണ് ഏറ്റവും ഇതുവരെയുള്ള ഡെവലപ്മെൻ്റൊക്കെ. ഒരു മുസ്ലിം സംഘടനയും മുനമ്പത്ത് താമസിക്കുന്നവരെ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ടില്ല. അതല്ലാത്ത തരത്തിൽ അവിടെ അവരെ നിലനിർത്താനും അവരുടെ ഭൂമി അവരുടേതാക്കി കൊടുക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. നിയമ നടപടികൾ സ്വീകരിക്കുമ്പോൾ വഖഫ് ബോർഡ് ചെയ്ത് തെറ്റാണോ, ഫറൂഖ് കോളേജ് ചെയ്ത് തെറ്റാണോ, സിദ്ദിഖ് സേട്ട് തെറ്റാണോ തുടങ്ങിയ ഇഷ്യൂസ് വരുന്നല്ലോ. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഗവൺമെൻറ്റും വഖഫ് ബോർഡും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, പിണറായി വിജയൻ ഭരിക്കുമ്പോഴും എങ്ങനെയാണ് വഖഫ് ബോർഡ് മുസ്ലിം ലീഗ് ഭരിക്കുന്നത് തുടങ്ങിയ ഇഷ്യൂസാണ്. അത് നിയമപരമായി തന്നെ പരിഹരിക്കേണ്ടതാണ്, ഗവൺമെൻറ് തലത്തിൽ പരിഹരിക്കേണ്ടതാണ്. പോട്ടെ, ഞാൻ പറഞ്ഞത് ഈ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സമ്മേളനം മുനമ്പം പോലെ മണിപ്പൂരും കാണുന്നു. അതാണ് പ്രശ്നം. അത് വളരെ പ്രശ്നമാണ്. കാരണം മണിപ്പൂരിലെ ഇഷ്യൂ എന്താ? ഇവർ ഇപ്പോൾ എല്ലാ ഇഷ്യൂസിനും നമ്മൾ കമ്മ്യൂണൽ കളർ കൊടുക്കുകയാണെങ്കിൽ മണിപ്പൂരിൻ്റെ ഇഷ്യൂ എന്താ? ക്രിസ്ത്യൻ ഹിന്ദു ഇഷ്യൂ ആണല്ലോ. രണ്ടും ഗോത്രവർഗ്ഗക്കാരാണ്. ഒരു ഗോത്രവർഗ്ഗക്കാർക്ക് ഈ ട്രൈബൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല, ഗോത്രവർഗ്ഗ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. അത് കൊടുക്കാൻ ഹൈക്കോടതി പറഞ്ഞപ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. അതാരാണ്? അതിൽ ഭൂരിപക്ഷം മീത്തികളിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. അപ്പുറത്ത് കുക്കികളിലും നാഗാസിലും മഹാഭൂരിപക്ഷവും ക്രിസ്ത്യാനികളുമാണ്. ഇതാണല്ലോ ഇതിൻ്റെ പ്രശ്നം. പക്ഷേ ഇതിൻ്റെ കൂടെ ഓർക്കേണ്ടത്, അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം?
അതുകൊണ്ടാണ് ഇപ്പോൾ മേത്തി വിഭാഗത്തോട് പക്ഷപാതം കാണിക്കുന്ന മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അദ്ദേഹത്തെ ഒരു ചർച്ചയിൽ പോലും ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല എന്ന് അവിടുത്തെ കുക്കികൾ പറയുന്നത്. 1.5 കൊല്ലമായി കടുത്ത വർഗീയ കലാപം അക്ഷരാർത്ഥത്തിൽ വർഗീയ കലാപം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ വലിയ തോതിൽ ഇപ്പോൾ കുക്കികളുടെ മേഖലയിൽ മേത്തികളെ ആട്ടി ഓടിക്കുകയും തകർക്കുകയും വലിയ തോതിൽ ആക്രമിക്കുകയും അവർ നാട് വിട്ടുപോടുകയും അവർ വീടുകൾ തകർക്കുകയും കണ്ടില്ലേ. ഇപ്പോൾ തട്ടിക്കൊണ്ടുപോവുകയും ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് 3 സ്ത്രീകളെ 8 മാസം പ്രായം ഒരു പെൺകുഞ്ഞ് ഉൾപ്പെടെയുള്ള 3 സ്ത്രീകളെയും 3 പുരുഷന്മാരെയും തട്ടിക്കൊണ്ടുപോയി. എവിടുന്ന്? വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന മേത്തികളെ. എവിടെയാണ്? ഇപ്പോൾ നാഗാലാൻഡിൻ്റെ മലയോരത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ കുക്കി മേഖലകളിൽ നിന്നാണ്. അവിടെ തന്നെയാണ് ഒരാളെ ഉടലോടെ ചുട്ടു കൊന്നത്. മീൻസ് ഇതൊക്കെ അത്യന്തം രൂക്ഷമാണ്. ഇതൊക്കെയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് കരയിൽ നിന്ന് കളി കാണുകയാണ്. കാരണം എന്താ വെച്ചാൽ അതവിടെ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി തീർത്തോട്ടെ, അതൊരു പ്രാദേശിക പ്രശ്നമാണ്. പ്രധാനമന്ത്രി അങ്ങോട്ട് ചെന്നില്ല എന്നുള്ള ആക്ഷേപം ദീർഘകാലം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ആരും ചെന്നില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചെന്നില്ല. മുഖ്യമന്ത്രി ആ വഴിക്ക് വരണ്ടെന്ന് കുക്കികൾ പറയുകയും ചെയ്തു. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടായില്ല. ഇപ്പോൾ അതിൻ്റെ ഒടുവിൽ വന്ന ഒരു പുതിയ സംഭവവികാസം എന്താ? അവിടെ ഒടുവിൽ വന്ന പുതിയ സംഭവവികാസം ഈ മണിപ്പൂരികൾ എത്രയോ കാലമായി സമരം ചെയ്ത് അവസാനിപ്പിച്ചൊരു നിയമമാണ് AFPC, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്തോ ആണ്. അത് എടുത്തു കളയാൻ വേണ്ടി അവിടെ പതിറ്റാണ്ടുകൾ നീണ്ട സമരം നടന്നിട്ടുണ്ട്. ഇറോം ശർമിളയുടെ ഒക്കെ ദീർഘമായ ഐതിഹാസികമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയാണത്. എന്തൊക്കെ പറഞ്ഞാലും പുതിയ കാലത്ത് നരേന്ദ്രമോദിയുടെ കാലം വന്നപ്പോൾ അതില്ലാതായി. ആ നിയമം അവിടുന്ന് എടുത്തു കളഞ്ഞു എന്നേക്കുമായിട്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നിയന്ത്രിക്കാനാവാതായപ്പോൾ പലപ്പോഴും അവിടുത്തെ പോലീസ്, CRPF, കേന്ദ്രം അങ്ങോട്ട് പട്ടാളത്തെ നിയോഗിച്ചു. ആ പട്ടാളത്തെയാണ് ഇപ്പോൾ അവർ ഏറ്റുമുട്ടുന്നത്. പട്ടാളവുമായിട്ട് ആണ് കുക്കി നാഗ തീവ്രവാദികൾ, കുക്കി സുവോ ടീം എന്നാണ് പറയാം, അവർ ഏറ്റുമുട്ടുന്നത്. അവരൊക്കെ മിലിറ്റൻ്റാണ്. എല്ലാവരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. മാത്രമല്ല അവരിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ നോക്കുമ്പോൾ പലതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചെടുത്താണ്. കൊള്ളയടിച്ചു കൊണ്ടുപോയതാവാം, അല്ലെങ്കിൽ പോലീസിൽ തന്നെ അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഗുരുതരമാണ് അവിടുത്തെ ഇഷ്യൂ. അങ്ങനെ വന്നപ്പോൾ CRPFനെ നിയമിച്ചു അങ്ങോട്ട്. മണിപ്പൂർ പോലീസിന് നിയന്ത്രിക്കാനാവാത്ത വന്നപ്പോൾ CRPFനെ നിയമിച്ചു. CRPFനോട് നേരിട്ട് ഏറ്റുമുട്ടിയപ്പോഴാണ് പോലീസ് വെടിവെച്ചത്. 10 പേരാണ് ഒറ്റയായി. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 11-ാം തീയതിയോ ഒരാഴ്ച മുമ്പ് 10 പേര് കൊല്ലപ്പെട്ടു. പോലീസ് ഈ CRPFന് നേരെ ഏറ്റുമുട്ടാൻ വന്നവർ. അപ്പോൾ ഈ അവിടുത്തെ വേറൊരു കൂട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, അത്ര നമ്മളിപ്പോൾ മുനമ്പം പോലെ കേരള സംസ്ഥാനത്തെ ചരിത്രപരമായി ഉണ്ടായി വന്ന ഒരു മനുഷ്യാവകാശ പ്രശ്നമല്ല മണിപ്പൂർ നമ്മുടെ അതിർത്തി സംസ്ഥാനമാണ്. നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങളുടെ ഡിമോഗ്രാഫി തന്നെ വേറെയാണ്, ജനസംഖ്യ തന്നെ വേറെയാണ്. 6 സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. എല്ലായിടത്തും തീവ്രവാദമുണ്ട്. അവരുടെ ഒരു അജണ്ട വിഘടനവാദമാണ്. ഇപ്പോൾ മണിപ്പൂരിൽ ഇപ്പോൾ ഒടുവിൽ വന്ന അത് തന്നെയാണ്. മണിപ്പൂരിലെ കുക്കികൾ വിഘടനവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനിപ്പോൾ കണ്ടിരിക്കുന്ന ഒരു ഫോർമുല, അവർ ഒത്തുതീർപ്പിന് വേണ്ടി ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ള ഒരു ഫോർമുല, മണിപ്പൂരിനെ 2ആയി വിഭജിച്ചിട്ട് കുക്കി മേഖല ഒരു കേന്ദ്രഭരണ പ്രദേശം, യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റുക എന്നുള്ള നിർദ്ദേശമാണ് വന്നിട്ടുള്ളത്. അതുപോലും വിഘടനവാദത്തിന് വഴങ്ങുകയാണ്. അങ്ങനെ ഇന്ന് ഇവിടെ വഴങ്ങിയാൽ അപ്പുറത്ത് നാഗാലാൻഡ് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെങ്കിലും കടുത്ത വിഘടനവാദം നിലനിൽക്കുന്നുണ്ട്. വലിയ തോതിലുള്ള സൈനിക പിൻബലത്തോടെ സായുധരായ തീവ്രവാദ ഗ്രൂപ്പുകൾ ഓരോ സംസ്ഥാനത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇവർക്കൊക്കെ വിദേശത്ത് നിന്നുള്ള പിന്തുണ കിട്ടുന്നുണ്ട്. അത് ആരുടേതാണ്? ചൈനയാവാൻ സാധ്യതയുണ്ട്. ചൈനയുടെ താല്പര്യങ്ങൾ അവിടെ ഉണ്ടാവാം. അതിലേറെ ഒരു താല്പര്യം ഇടക്കാലത്ത് പുറത്തു വന്നിരുന്നു. അത് ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതിയ ഭരണമാറ്റം വന്നല്ലോ. അത് അമേരിക്കൻ പിന്തുണയുള്ള മുഹമ്മദ് യൂനുസാണ് അവിടെ ഭരിക്കുന്നത്. മുഹമ്മദ് യൂനുസിൻ്റെ പിന്തുണയോടുകൂടി ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശത്ത് എവിടെയെങ്കിലുമായി ഒരു ക്രിസ്തു രാജ്യം ഭരണം എന്ന് വെച്ചാൽ 6 ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ
6 ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലുണ്ട്. അവരൊക്കെ അതിർത്തി പ്രദേശത്താണ്. അവരുടെയൊക്കെ പിന്തുണയോടുകൂടി ആ പ്രദേശത്ത് ബംഗ്ലാദേശും സഹായിച്ചാൽ ആ പ്രദേശത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം വരണം എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഇപ്പോൾ ക്രിസ്തുവിനോട് വലിയ സ്നേഹം ഉണ്ടായിട്ടല്ല. ഇന്ത്യയും അമേരിക്കയും ഇപ്പം അത്ര നല്ല സൗഹൃദത്തിലല്ല. ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ട് വളർന്നു കഴിഞ്ഞു. ചൈനയാണ് അമേരിക്കയ്ക്ക് തലവേദന. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കും മധ്യേ അമേരിക്കക്ക് ഒരു താവളമാക്കി മാറ്റാൻ പറ്റിയ ഒരു രാജ്യം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അമേരിക്കയ്ക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും അങ്ങനെ വരുമ്പോൾ മണിപ്പൂർ വളരെ സങ്കീർണമാണ്. മണിപ്പൂരിന് ഒരേ സമയം മണിപ്പൂർ പോലെ അത്ര സങ്കീർണമല്ല മുനമ്പം, ഒരിക്കലുമല്ല. മുനമ്പം മണിപ്പൂരുമായിട്ട് ബന്ധിച്ച് നോക്കുമ്പോൾ പ്രശ്നങ്ങളേ അല്ല. കാരണം മുനമ്പത്ത് നിന്ന് ആ പാവങ്ങളെ ഇറക്കി വിടണമെന്ന് ആഗ്രഹിക്കുന്ന വർഗീയ ശക്തികൾ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാവാം. കുഴപ്പമുണ്ടാക്കുന്നവർ ഇങ്ങനെ എവിടെയെങ്കിലും അവരാണ് ഒരു പക്ഷേ വഖഫ് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയിട്ടുണ്ടാവുക. അവർക്കൊന്നും ജനമധ്യത്തെ യാതൊരു സ്വാധീനവുമില്ല. ജനങ്ങളിൽ സ്വാധീനമുള്ള എല്ലാ മുസ്ലിം സംഘടനകളും, മുസ്ലിം സംയുക്ത കൗൺസിൽ, മുസ്ലിം സംഘടനാ കൗൺസിൽ കോഴിക്കോട്ട് യോഗം ചേർന്നല്ലോ പാണക്കാട് തങ്ങളുടെ അധ്യക്ഷതയിൽ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാരണവശാലും മുനമ്പത്ത് നിന്ന് ആരെയും കുടിയിറക്കരുതെന്ന. ബാക്കി പരിഹാരങ്ങൾ പിന്നെ അവർ കുറ്റപ്പെടുന്നുണ്ട്. വഖഫ് ബോർഡ് അവരുടെ ധർമ്മം നിർവഹിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഫറൂഖ് കോളേജ് വേണ്ട നേരത്തെ പ്രതികരിച്ചില്ല എന്ന് പറയുന്നത്. അത്തരം ഇഷ്യൂസൊക്കെ ഉണ്ട്. ഫറൂഖ് കോളേജ് തന്നെ സമ്മതിച്ചതാണെന്നേ. ഫറൂഖ് കോളേജ് കൃത്യമായിട്ട് അതിൻ്റെ രേഖകളിലൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കോളേജിന് ഇത് വഖഫ് ഭൂമിയല്ല, ഞങ്ങളിതിനെ പരിഗണിക്കുന്നത് സംഭാവന കിട്ടിയ ഭൂമിയായിട്ടാണ്. ഞങ്ങളത് വിറ്റ് ഞങ്ങൾ വിറ്റതാണ്. വഖഫ് ബോഡിയാണെങ്കിൽ വിൽക്കൂലല്ലോ. ഞങ്ങൾ വിറ്റതാണ്, ഞങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ട്. ആ പണം കൊണ്ട് ഫറൂഖ് കോളേജിനോട് ചേർന്ന് ഞങ്ങൾ ഭൂമി വാങ്ങിയിട്ട് അവിടെ അൽ ഫാറൂഖ് റെസിഡൻഷ്യൽ സ്കൂൾ, അൽ ഫാറൂഖ് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ദാനം കൊടുത്ത സിദ്ദീഖ് സേഠിനോട് ഞങ്ങൾ നീതി കാണിച്ചിട്ടുണ്ട്. ഇത് വഖഫ് ബോർഡിൻ്റെ ഭൂമിയല്ല, വഖഫ് ഭൂമിയല്ല എന്ന് ഫറൂഖ് കോളേജ് പറഞ്ഞു എന്നല്ലേ എൻ്റെ അർത്ഥം. സമ്മതിച്ചാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. എന്തായാലും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രമേയത്തിൽ ചെറിയ അപാകതകൾ ഉണ്ടെന്ന് തന്നെയാണ് മാഷ് പറയുന്നത്. അപാകതകളുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. അത് വലിയ ജാഗ്രതയോടെ, അത് യാഥാർത്ഥ്യപൂർണ്ണമാണ്. ഞങ്ങൾ മുനമ്പത്തിന് പിന്തുണ കൊടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഗൗരവമായി ഞങ്ങൾ മണിപ്പൂരിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളിൽ ഗൗരവമുണ്ട്. ഒന്ന്, നമ്മുടെ അതിർത്തി പ്രദേശത്തെ മണിപ്പൂർ ഇഷ്യൂ പലതരത്തിൽ പ്രാധാന്യമുള്ളതാണ്. 2 പ്രാധാന്യമുള്ളതാണ്. അതിൽ സുരക്ഷാ പ്രശ്നമുണ്ട്, സാമുദായിക പ്രശ്നവുമുണ്ട്. മാത്രമല്ല ഒപ്പം അത് തീവ്രവാദത്തിൻ്റെ പ്രശ്നമുണ്ട്, വിഘടനവാദത്തിൻ്റെ പ്രശ്നമുണ്ട്. അതിലേക്ക് വളർത്തിയെടുത്തത് ആരാണ്? അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല വലിയ വീഴ്ച ഇക്കാര്യത്തിൽ പറ്റിയത് കേന്ദ്ര ഗവൺമെൻറ്റിനാണെന്നും ഇവർ പറയുന്നുണ്ട്. അതിനർത്ഥം മറ്റൊന്നുകൂടിയാണ്, മുനമ്പത്തെ പ്രശ്നം ഒരു മുസ്ലിം ക്രിസ്ത്യൻ സാമുദായിക പ്രശ്നമായിട്ട് കാണാനാണ് ശ്രമമെങ്കിൽ അത് ഞങ്ങൾ മണിപ്പൂരിനെ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഹിന്ദു പ്രശ്നമായിട്ട് കാണേണ്ടി വരില്ലേ? അത് അങ്ങനെ അപ്പോഴും ഞങ്ങൾക്ക് സാമുദായികമായ താല്പര്യങ്ങൾ വളരെ വലുതാണ് എന്നാണ് അവർ മെസ്സേജ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 2 പ്രശ്നങ്ങളെയും ഞാൻ പറയുന്നത് ഈ 2 പ്രശ്നങ്ങളെയും ഗൗരവമായിട്ട് കാണാൻ ഭരണകൂടത്തിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. എന്ത് വില കൊടുത്തും ക്രിസ്ത്യാനിറ്റി ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റും വിചാരിക്കേണ്ടതില്ല എന്നർത്ഥം. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.